ഹലോ പാസ്വേഡ് സത്യം 100%. എന്താ എന്തൊരു പരിപാടി? ചാറ്റ് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലേ? മാന്ത്രിക ശക്തി ഞാൻ ഉപയോഗിച്ചെത്തിയതാണ് ഞാൻ ഇവിടെ. കുറച്ചേരെ കാണുള്ളൂ. എന്നെ ചിലപ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ചിലപ്പോ ഇവിടെ ഇവിടെ പേമാരിയും ഇവിടെ 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 അവിടെ അടുത്തൊരു ഡാം ഉണ്ട്, അത് പൊട്ടിയെന്ന് തോന്നുന്നു. അതൊന്നുമില്ല, ഇത് വേറെ ചേട്ടാ. ഞാൻ പിന്നെ പറയാം. ചെറിയൊരു ഇഷ്യൂ ആയി. മാലിന്യം കൊണ്ട് പുറത്തു പോകാന്ന് പറഞ്ഞായിരുന്നല്ലേ ഒന്ന്? അതെ, സൂപ്പർ. ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ, കല്യാണം കഴിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നീ എന്തിനൊക്കെ മറച്ചു വെക്കുന്നത്? ജസ്റ്റ് ഒരു സൂചന ഒന്നും എനിക്ക് അപ്പോഴേ മനസ്സിലാവും. ഞാനിപ്പോ ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരല്ലേ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവൂലേ? ഒരു വിസിലടിച്ചാ മതിയിലാണ്. ഇനി കുഴപ്പമില്ല. പിന്നെ അല്ലാതെ നിന്റെ കല്യാണമൊക്കെ കഴിയുമ്പോ നിനക്ക് ഇതൊക്കെ മനസ്സിലാവും. സാൻഡ്ര അല്ല സാൻഡ്ര ഇഷ്യൂ ഒക്കെ സോൾവ് ആയി. ഇനിയിപ്പം എന്താണ് അങ്ങോട്ട് കൊടുക്കേണ്ടത് എല്ലാം മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഡിവോഴ്സ് ആയി. എന്തൊരു പരിപാടി? ഇവിടെ ഇറങ്ങിയാ കൊണ്ടുപോകും നമ്മളെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി. ആരെങ്കിലും പ്രശ്നമുണ്ടോ? എന്തൊക്കെയാണ് നടക്കണേ? ടിവിയുടെ ഡ്രസ് ഇട്ട് ഇറങ്ങിയ കൊണ്ടുപോവേ? ഓ പിന്നെ വിഷയമില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കൊണ്ടുപോകണം. എന്നാലേ എനിക്ക് ആ ഒരു ഇത് വരുള്ളൂ. എന്നെ ഒന്ന് കൊണ്ട് കക്കൂസ് കഴിക്കണം. എന്നാലേ എനിക്ക് വൈരാഗ്യ മനസ്സോണം. വിളിച്ചു പറയാൻ മിനിറ്റ് പറയല്ലേ ഇവന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. ഇതിന്റെ പേരെന്തിരി മന്ദാര ഇവനെ അയച്ചു കൊടുത്താണ്. ഈ ഫോൺ ഡ്രോപ്പ് ചെയ്തിട്ട് എടുത്താൽ ശരിയാവോടാ? ഇവിടെ ഇവിടെ താഴെ ഫോൺ വേണേ. എടുക്കല്ലേ മിനി, കാറിന്റെ കീ ആണ് അത്. മിനി ആ ഫോൺ തന്നെ. മിനി ഇട്ടിട്ടുണ്ട്. അത് ജട്ടിയാത്. ഉരിക്കൊണ്ട് പോവാതെ കേട്ടിട്ടേ ഉള്ളു. എങ്ങനെ ഇടണ ഇത്? റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഹലോ മിനി അവിടെ അത് പോയി. ഇല്ലല്ല, ഫോണുണ്ട്. താഴെ വന്നു. This phone has been disabled by owner. മിനി, അത് എന്റെ ഫോണാണ്. അപ്പൊ തിരിച്ചു തന്നാണ്. അത് എന്റെ ഫോൺ. അപ്പം നിന്റെ ഫോൺ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ? ഇതാണ് എന്റെ ഫോണ്. നോക്കട്ടെ. എന്റെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. അപ്പൊ അതാ നിന്റെ ഫോണ്. എന്റെ ഫോൺ ഇങ്ങനെ തന്നെയാണ് ഡിസേബിൾഡ് ആയെന്ന്. ഞാൻ എന്റെ ഫോൺ തരാം. എന്റെ ഫോൺ ഉപയോഗിച്ചു ഇത് ഉപയോഗിക്കാൻ പറ്റില്ല നോക്കി. മെസ്സേജ് ഒന്നും വായിക്കില്ലേ? ഇല്ല. ഓ ആൻഡ്രോയിഡോ? ഓ നമ്മള് ആൻഡ്രോയിഡിന്റെ ആൾക്കാരാണേ. ഇല്ല, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പാസ്വേഡ് എന്തായിരുന്നു ഇനി? പാസ്വേഡ് ഉണ്ടോ അതിന്? പിന്നെ ഞാൻ ഫിംഗർ പ്രിന്റ് വെച്ചാ കാരണം. ഫിംഗർ പ്രിന്റ് ഇല്ല ഇതില്. പാസ്വേഡ് ഒന്നും വരാൻ വഴിയില്ല. 1111 ആയിരിക്കും. 4 1. തെറ്റ്. പാസ്വേഡാ? ഞാനൊരു കാര്യം പറയട്ടാ, എനിക്ക് അറിഞ്ഞൂടാ. ആ പാസ്വേഡ് തെറ്റിച്ചടിക്കല്ലേ. 10 വട്ടം അടിച്ചാൽ ഡിലീറ്റ് ആയി പോയെല്ലാം. ഞാൻ പറയട്ടെ, ഫോൺ ലോക്കായേ. ചോദിച്ചോക്കട്ടെ. ഹലോ, അത് എന്റെ ഫോണല്ലേ? ഹലോ വലിയ ആരോ വിളിക്കണേ? ഞാനായിട്ട് തളക്കി വിളിക്കണേ. ഒരു മിനിറ്റ്. തളക്കി വിളിക്കല്ലേ. അല്ല, പെമ്പിള്ളേര് മാത്രമേ വിളിക്കുള്ളൂ. തളക്കി വിളിക്കല്ലേ. സിറ്റിയിൽ വന്നപ്പോ കൺഫ്യൂഷൻ. തെറ്റാണേ. എന്റെ ഫോൺ തരണേ. പാസ്വേഡ് കൊടുക്കല്ലേ. എന്റെ ഇമെയിൽ ഐഡി എന്താ? എന്റെ ഇമെയിൽ ഐഡി തരൂല. ഉണ്ട ഫോൺ ആർക്ക് വേണം? അല്ലെങ്കിലും ഫോൺ അവിടെ. ഇത് മറ്റേതാണല്ലേ, നിന്റെ വർക്കാവാത്ത ഫോണിലാണ് തിരിച്ചു തന്നത്. അത് ഐഫോണാ. യൂസിങ് സാമ്പാറാ. നെറ്റിയ കീ മാറിപ്പോയി. മാസോണപ്പോ എന്തൊരു പരിപാടി? എന്തിനാ നമുക്കൊന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടി പോയാലോ? ബോറടിക്കണം ഇവിടെ നിന്ന്. ഇല്ല മിന്നി, ഞാൻ നല്ല മൂടൗട്ടാ മിന്നി. ആണാ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി 3-4 പെണ്ണുങ്ങൾ വെയിറ്റ് ഉണ്ട്. അവരെ പോയി കണ്ട് സംസാരിച്ചിട്ട് വരാം. മിനി, ആ ഫോണും തരുമോ? ഒരു ഫോട്ടോ എടുത്തിട്ട്. ഫോൺ വർക്കാവണല്ലോ ഏട്ടാ. ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ തരാം. എടാ, ഫോൺ ചീത്തായി. ഇതെന്താ ഷെഡിയാ? ഇത് കയ്യിലെടുത്തായിരുന്നാ? കയ്യിലെടുത്ത് നോക്കിയായിരുന്നാ? ഇത് ഷെഡ് കയ്യിലെടുക്കാനാ? അതല്ലേ പണി. ഒരു കാര്യം ഉണ്ടല്ലോ. പറയടാ.
എന്തൊരു മണ്ടിയായി. ഇന്നലെ ഏതോ ഒരു പയ്യൻ കാണാൻ വന്നത് പുറത്തേക്ക് അതാരാ? ഏതോ ഒരു DJ. DJ ആ? വാ വാ, എവിടെ വെക്കുന്നേ? ഞാൻ പുറത്തുണ്ടെന്ന് പറഞ്ഞു. ഇവനെ വെടി വെച്ചിട്ട് പുറകെ ഇരിക്കണം വേണമെന്നുള്ള ആളാണ്. ഞാൻ കാര്യമല്ല ചെയ്യാൻ പറ്റുമോ? അതെ. അയ്യോ അണ്ണനെ അയ്യോ ഞാൻ ഇത് ആരെന്നെ ഇപ്പൊ എടുക്കണേ? എന്താ ഇതെന്ത് മാറ്? ഞാൻ ആ കേറ. കിട്ടി ആളെ കിട്ടി. കെവിനെ ഫ്രണ്ടിലോട്ടോ. ഒരു DJ പോലെ എന്തോ പണ്ടത്തെ ഒരു പയ്യന് ഓർമ്മ ഉണ്ടാടേ, DJ പുഷ്പ. പിന്നെ അവ ഈ എന്റെ ഇടയ്ക്ക് ലൈവില് എന്റെ ഇതിൽ അവനൊക്കെ നല്ല നിലയിലെത്തിയേട്ടാ. ടിക് മാർക്കൊക്കെ ഉള്ള നല്ല നിലയിലെത്തിയ ഒരു പയ്യൻ. ഞാൻ ഇവിടെ തൂറാണ് കിടന്ന് എന്റെ അടുത്ത് ആൾക്കാർക്ക് ഞാൻ പറയാം എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ആഗ്രഹം ഒന്നും രാവുമ്പോ ആവട്ടെ എന്നൊക്കെ. എനിക്ക് എന്നെ നല്ല ആഗ്രഹമുണ്ട്. സെറ്റ് ചോര കണ്ടാണ് ഇന്നത്തെ തുടക്കം. നല്ലതാണ്. ഹലോ, അവന്റെ ബാഡിയിൽ എന്തെങ്കിലും വില പിടിപ്പുണ്ടോ നോക്കട്ടെ. ബാഡി പോയാ ഇതെന്തൊരു വണ്ടി? എടാ നിനക്ക് ചത്തില്ലേ? എന്റെ വണ്ടി എടാ ഇത് നല്ല വണ്ടി. എനിക്ക് വേണ്ട. ഇല്ല കുഴപ്പമില്ല. ഇവിടെ നീ അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഹലോ, ആ പറഞ്ഞു. നിർബന്ധിച്ചെടുക്കും. ഞാൻ കീ വരത്തെ ഇല്ല കുഴപ്പമില്ല. വേണ്ട. ഞങ്ങൾ ഒരു കാര്യം സംസാരിക്കാൻ വന്നേ. ബ്രോ അകത്തോട്ടോ, അങ്ങോട്ടോ കൊമ്പള. അത്തോട്ട് കയറാമോ? ആ പറഞ്ഞു പാടില്ല. എന്ത് പറ്റി? ജീവനോട് പോകുന്നുണ്ടോ? അല്ല, അണ്ണനോട് മാത്രം ഒരു കാര്യം പറയാനായിരുന്നു. ആ ഓക്കെ. ഓ എന്ന് വെച്ചാ ബാക്കിയുള്ളവരൊക്കെ എടാ അവനും കൂടെ കേട്ടിട്ട് വാ. പറയടാ. അല്ല, അയ്യോ, അയ്യോ അത് നമ്മുടെ ടിവിയില് വളരെ വേണ്ടപ്പെട്ട വലിയൊരാളാണ്, വലിയ സ്ഥാനമൊക്കെ ഉള്ള ആളാ. വാ മിന്നി, വാ പുള്ളി കൂടെ കേട്ടോട്ടെ, കുഴപ്പമില്ല. ആ പറഞ്ഞ. ഹലോ, കേക്കാവോ? എന്റെ വോയിസ് ആണെങ്കിൽ ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം ഞാൻ വന്നത് നിങ്ങളെയൊക്കെ കാണാനാണ്. ഓക്കെ, അപ്പം 4 വർഷമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന ഒരാളാണ്. അയ്യോ, ഡ്രോൺ എല്ലാരും കേൾക്കും. എനിക്ക് ഒരു മിനിറ്റ്. അവനെ വെടിവെച്ചിട്ടല്ല. എടാ എടാ ചെയ്യാടാ, പറയണ കേക്കുന്നു. പറ. പാട്ട് പാടുവോ? ഇല്ല. ആ പറഞ്ഞോ കാശ് എന്തെങ്കിലും ഉണ്ടോ തരാൻ? പറഞ്ഞോ. കാശോ? ചുമ്മാ ജസ്റ്റ് ഒരു പഴയ സ്കീം ഉണ്ട്. തിരിച്ചു ഞാൻ വന്നത് പോസിറ്റീവ് പറയാൻ പറ്റുമോ? ഇല്ലായിരിക്കല്ലേ? പോസിറ്റീവ് പറയാൻ പറ്റുമോ? പറഞ്ഞോ. ഓസിന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ. അണ്ണ ഒരു ഓസിയാണേ. എന്ന് വെച്ചാൽ ഒരു റിക്രൂട്ട്മെന്റ് ചോദിച്ചു വന്നതാണ്. അപ്പം കുറെ നാളായിട്ട് വന്നപ്പോ തൊട്ട് നിങ്ങളുടെ ക്യാമ്പസിൽ ഈ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ട്. പിന്നെ ഇന്ന് ടീം കളിക്കുകയും അങ്ങനെയാണ്. എന്ത് കഴിവാണ് നിനക്കുള്ളത്? വെടി വയ്ക്കുവോ? പാട്ട് പാടുവോ? DJ ആണോ? എന്താണ് നിനക്കുള്ള കഴിവ്? ഗൺ പവർ ഇറങ്ങിക്കോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഇന്ന് TDM ആയിരുന്നു. TDM കളിക്കും. ഇത്രയും ഹാർഷ് ആയിട്ടുള്ള ബിഹേവിയർ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ബ്രോ അല്ല, ഞാൻ ഹോണസ്റ്റ് ആയിട്ടുള്ള മറുപടി പറയാം എന്റെ സൈഡിൽ നിന്ന്. ബ്രോ 3-4 വർഷമായിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒരാളായതുകൊണ്ട് ബ്രോയ്ക്ക് കുറെ കാര്യങ്ങൾ അറിയായിരിക്കുമല്ലോ നമ്മുടെ. അങ്ങനെയാണ് നമ്മളെ ഫേമസ് ഒരു കഥയുണ്ട്, അതിനെ പറ്റി പറ കേക്കട്ടെ. ശരി, കോവിലിനെ പറ്റി പറ. കോവിലൊരു സംഭവം പണ്ട് കിടന്നത് ഓർക്കുന്നില്ല. എനിക്ക് ആകെ ഓർമ്മയുള്ള ഞാൻ കണ്ടത് നിങ്ങളുടെ ആർക്ക് കണ്ടുവന്നത് മറ്റേ ജീന ചേച്ചി ഉണ്ടല്ലോ, ഒരിടെ ഇവിടെ റെയ്ഡ് വന്നേ, അവിടെ തൊട്ടാണ് ഞാൻ തുടങ്ങിയത്. അതിപ്പോ കഴിഞ്ഞ ആഴ്ച 6 മാസം.
കഴിഞ്ഞ ആഴ്ചയാ? ഒരു വർഷം. ഒരു വർഷമൊന്നുമല്ല, 4 വർഷം. ഞാൻ ടി വി ഒക്കെ 3 വർഷമായുള്ളൂ. ഹലോ ഇത് അല്ല ഇത് വാസുണ്ണനാണോ? ബാബു അതെ. ഇതാരാ? ഞാൻ ഉസ്മാൻ. ഉസ്മാൻ ആരാ അത്തേറ്റി വിട്ടെ? ഞാൻ അങ്ങനെ സിറ്റിയിലൊരു പുതിയ ആളാ, അപ്പൊ ഇങ്ങനെ പുതിയ 2 ആ, മാസം ഇതൊക്കെ പറയട്ടാ ഞാനാ? ആ ഇങ്ങനെ മിന്നാനും നടക്കലാണ്. വാസന. ഇവിടെ വാസുണ്ണനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്ന് വന്ന് കാണാന്ന് വെച്ചു. അപ്പൊ ഇതിൽ കൂടെ പോയിപ്പോ കണ്ട്, അപ്പൊ ഇത് വാസുണ്ണനാന്ന് വിചാരിച്ച. ഞാൻ ഉസ്മാൻ. ഉസ്മാനെ ഗ്യാങ്ങിക്കാരനാ? എനിക്ക് കാരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ ക്യൂ നില്ല, ഇവിടെ അല്ല ഉസ്മാൻ ആധാർ കാർഡും ഫോട്ടോസ് എന്നെ കാർലോന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഗാങ്ങി കയറാൻ. എന്തിനു പറഞ്ഞു? കാർലോ പറഞ്ഞു, കാർലോ എന്നെ കൊണ്ട് വലിയ ടാസ്ക് ഒക്കെ ചെയ്യിപ്പിച്ചു. ആദ്യം കാർലോ വിളിച്ചിട്ട് പോയല്ലേ? പറയണേക്ക് കാർലോ പറഞ്ഞു ഗുഹയുടെ ഉള്ളിൽ കൂടെ ഹെലികോപ്റ്റർ ഓടിച്ചടിക്കാൻ. അത് ഞാൻ ബ്രോ ഹലോ എന്താണ് ടണലിന്റെ അപ്പുറം എത്തിച്ചില്ല അണ്ണാ. ഗ്യാങ് കയറാനാണ്? നാട്ടുകാര് മൊത്തം കേറി കയറുന്നു. ഇതൊക്കെ ആരാടാ ഇതൊക്കെ? തല്ലി കൊല്ലട്ടെ അണ്ണാ എല്ലാത്തിനും. നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത്? ഇതില് നല്ലോണം വെടിവെക്കാൻ ആരുണ്ട്? കൈ നോക്കി ഇതില് അണ്ണാ ഞാൻ പറയട്ടാ, എനിക്ക് വെടിവെക്കാത്ര അറിയില്ല, പക്ഷെ ഞാൻ നല്ല കോമഡി ആർപ്പിയാണല്ലേ? കോമഡി പറഞ്ഞ കേക്കട്ടെ. എന്തോ കേട്ടില്ല. ഞാനൊരു ഐറ്റം ഡാൻസർ ആണ്. ഓ, ഇവിടെ ബാറാണല്ലോ നടത്തുന്നത്. അയ്യോ അങ്ങനല്ല, കിടലായിട്ട് ഡാൻസ് കളിക്കും. ഡാൻസ് ഒക്കെ നമുക്ക് പറയാൻ കളിക്കാണ്ട് മാറി. കോമഡി പറഞ്ഞ കേക്കട്ടെ. അണ്ണ അങ്ങനെ സിറ്റുവേഷൻ ഇല്ലാത്തപ്പോ കോമഡി പറയാൻ നമുക്കറിയില്ല. അമ്പത്തൂരിന്റെ ബാബുവിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ പോലെ തോന്നണ കേട്ടോ എനിക്ക്. ഇത് മനസ്സിലല്ലേ? അമ്പത്തൂർ എടുക്കൂലെന്ന് പറഞ്ഞാൽ വേറെ ഇത് ഉണ്ടാക്കി ഇറങ്ങിയത്. നീല മാറ്റി മഞ്ഞ മുടിയാക്കി കേട്ടാ. മഞ്ഞ മുടിയാക്കി അറിയാം. ഞാൻ പണ്ട് ഇവരെയൊക്കെ പറ്റിപ്പറ്റിയാണെന്ന്. ഇതാര് അടുത്തത്? ഇതാര് ഞാൻ തോക്കെടുത്തിട്ട് ഗേറ്റ് ഒന്ന് പൂട്ടി. ഇതെന്തോ ആരാടാ കേറി വരണേ? ഇതാര് കെവിനെ? നീ ഓൾറെഡി ടിവിയിലുള്ളല്ലേ? നീ പിന്നെയും കയറാൻ അപ്പൊ ഇതാര്? ഇത് തലയിൽ കൊമ്പുള്ളടേ പച്ചമുടി നമ്മുടെ ക്യാമ്പസ് എന്നിട്ട് അല്ലല്ല അണ്ണനും അവിടെ എല്ലാവരും നിന്നോ? അത് പുതിയ ആൾക്കാരുടെ അടുത്ത് മാറാൻ പറഞ്ഞ. നമ്മളൊക്കെ പുതിയ എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാടാ, ഗ്യാങ്ങിൽ എടുക്കുമെന്ന് ചോദിക്കാൻ വന്നിട്ടാണോടാ എല്ലായിടത്തും മാറി നിൽക്കും ആസ്വന്നിട്ട് മാത്രം സംസാരിക്കുന്നത്? അപ്പൊ നമ്മളൊക്കെ ഊശികളാടാ നമ്മളൊക്കെ. അല്ലല്ല ഒറ്റ സമ്മതിക്കില്ല. എല്ലാരും മാറി നിൽക്കാൻ. അങ്ങനെയല്ല പറഞ്ഞ അവരുടെ അടുത്ത് മാറാനോ. ഉസ്മാനെ ഇങ്ങോട്ട് വന്നേ. ആ ഓക്കെ അണ്ണ. ഹെലികോപ്റ്റർ ഉസ്മാൻ എത്ര വയസ്സുണ്ട്? അണ്ണ പുറത്ത് പറയരുത്. ഇല്ല ഹെലികോപ്റ്റർ 16 ഉള്ള അണ്ണ. 16. പക്ഷെ അണ്ണന്റെ ഒപ്പം എന്ന് നിക്കാവും ഞാൻ. ഉറപ്പാണോ? ആ ഉറപ്പാണ്. ഉസ്മാൻ എന്തെങ്കിലും കഴിവുകളുണ്ട്? എനിക്ക് ഗൺ പവർ അല്ല ഗൺ പവർ എനിക്ക് കുറവാണ്, പക്ഷെ എനിക്ക് അണ്ണന്റെ ഒപ്പം ഇപ്പൊ എന്ന് നിക്കൂന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. കോമഡി ആർപികൾ കൊണ്ടുവരാൻ പറ്റൂന്നുള്ള കോൺഫിഡൻസ്. ആർപി എന്താണ്? അങ്ങനെ ചോദിക്കില്ല. ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറയടാ.
വാസ്തവണ്ണ എനിക്കൊരു ഉമ്മയും കൂടെ തരാം. കുണ്ണയാ കളി കൂടെ തരാം കളി ഒരു കളി കൊടുക്കും ഒരു കളിയൊക്കെ ഇരട്ടോ അപ്പം. ഇവൻ എന്തൊക്കെയാ പോയ പാത്രം പിടിച്ച് ഇതൊന്ന് കേക്കാ ഇതെന്തിന് കൊള്ളാം ഓ ഒട്ടിച്ചു കഴിഞ്ഞാ ഇതെന്തിനു മുതുക്കാണ് ഇത്